രാവിലെ കുളിപ്പിച്ചാണോന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവള് സ്കൂളിലും പോയി, ഡാഡി കോളേജിലും പോയി. കിടന്നോ കുറച്ചു നേരം. രാവിലെ വല്ലാതെ കരഞ്ഞു. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വല്ലാതെ കരഞ്ഞു. കരച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ട് നിൽക്കാൻ പറ്റിയില്ല. ഇത് കരയുമ്പോൾ ഇതിനെ ഒന്ന് എടുക്കാനോ ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഒന്നിനും പറ്റിയല്ല. നിന്ന് കരയുക. എന്നിട്ടിത് കിടന്നുറങ്ങി. രാവിലെ ഉറങ്ങിയതാണ്. ഉച്ച കഴിഞ്ഞ സമയം ഒരേ കിടപ്പ്. ഞാനിങ്ങനെ ഒന്ന് ഇതിൻ്റെ അടുത്തുനിന്ന് തന്നെ ഇരിക്കുക. എന്നെ ചെയ്യണ്ടേന്ന് അറിയാൻ മേലാതെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. ഇത് ശ്വാസം വിടുന്നുണ്ടോ, കണ്ണ് തുറക്കുന്നുണ്ടോ, ഇതിന് വിളിക്കാൻ തോന്നുന്നില്ല. ഇനി എഴുന്നേറ്റ് ഇത് കരഞ്ഞാലോ, കരച്ചിൽ കേൾക്കാൻ പറ്റിയല്ല. ഈ കരച്ചിൽ പേടിച്ചിട്ട് ഞാൻ വിളിക്കുന്നുമില്ല. സമയം പോയിക്കൊണ്ടിരിക്കുക. ഉച്ച കഴിഞ്ഞു. കണ്ണുപോലും അനങ്ങുന്നില്ല, ശ്വാസം വിടുന്നില്ല, ഒന്നുമില്ല. തൊട്ട് നോക്കിയാലോ ഇല്ല, തൊട്ടാൽ ഇനി എഴുന്നേറ്റ് കരഞ്ഞാലോ ഒന്നും പറ്റുന്നില്ല എന്നെ കൊണ്ട്. ഞാൻ ആ കട്ടിലയിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേളാങ്കണ്ണി മാതാവിനെ വിളിക്കുക. എൻ്റെ വേളാങ്കണ്ണി മാതാവേ, 21 വീട് തണ്ട് നേർച്ചയായിട്ട് ഞങ്ങൾ വന്നേക്കാം. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചതായോ എന്ന് പറഞ്ഞ് അത്രയും പറഞ്ഞിട്ട് ഞാൻ അതേപോലെ ഒരൊറ്റ കടപ്പ് വേണം.